അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 22 ശനിയാഴ്ച. ശബരിമല കട്ടിളപ്പാളിയിലെ സ്വർണം തട്ടിയെടുക്കാൻ നടന്ന ഗൂഢാലോചനയിൽ പിത്തള എന്ന വാക്കുമാറ്റി ചെമ്പ് എന്ന സ്വന്തം കൈപ്പടയിൽ എഴുതിയതാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ കുരുക്കിലാക്കിയതെന്ന് സൂചന. 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവും ഉദ്യോഗസ്ഥരായ മുരാരി ബാബുവും സുധീഷ് കുമാറും ചേർന്ന് സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നെഴുതേണ്ടതിന് പകരം പിത്തള എന്നെഴുതിയ റിപ്പോർട്ടാണ് ദേവസ്വം ബോർഡിലേക്ക് എത്തിച്ചത്. ഇത് ചെമ്പാണെന്നും അതിലുള്ള സ്വർണം മങ്ങിപ്പോയെന്നും പറഞ്ഞു നിൽക്കാമെന്നായിരുന്നു പത്മകുമാറിന്റെ വാദം. ഇതെല്ലാം ക്രമവിരുദ്ധമാണെന്നറിഞ്ഞിട്ടും ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളായ KT ശങ്കർദാസും പാലവിള വിജയകുമാറും ഇതിനെല്ലാം കൂട്ടുനിന്നു. വൈകാതെ ഇവരും അറസ്റ്റിലാകാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടുകളുണ്ട്. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ റിമാൻഡിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ SIT പരിശോധന. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാൻ പത്മകുമാർ നടത്തിയ ഇടപെടലുകൾക്ക് വ്യക്തമായ തെളിവുണ്ടെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറാൻ പത്മകുമാർ ദേവസ്വം മിനിറ്റ്സിൽ സ്വന്തം കൈപ്പടയിൽ ചെമ്പ് പാളികളെന്ന് എഴുതി ചേർത്തെന്നാണ് SITയുടെ നിർണായക കണ്ടെത്തൽ. ശബരിമലയിലെ സ്പോട്ട് ബുക്കിംഗിൽ ഇളവ് വരുത്തി ഹൈക്കോടതി. സ്പോട്ട് ബുക്കിംഗ് എത്ര പേർക്ക് നൽകണമെന്നത് സാഹചര്യം പരിഗണിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ശബരിമലയിലെ പോലീസ് ചീഫ് കോർഡിനേറ്റർക്കും തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. സ്പോട്ട് ബുക്കിംഗ് എത്ര വേണമെന്നത് ഓരോ സമയത്തെയും തിരക്ക് നോക്കി തീരുമാനമെടുക്കാനാണ് നിർദ്ദേശം. സ്പോട്ട് ബുക്കിംഗ് 5000 നിജപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശിച്ചിരുന്നു. ദുബായ് എയർ ഷോയ്ക്കിടെ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം തകർന്നു. സംഭവം സ്ഥിരീകരിച്ച് വ്യോമസേന. അപകട കാരണം എന്താണെന്നറിയാൻ അന്വേഷണം നടത്തുമെന്ന് വ്യോമസേന അറിയിച്ചു. വ്യോമാഭ്യാസത്തിനിടെ തേജസ് യുദ്ധവിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പൈലറ്റ് വീരമൃത്യു വരിച്ചുവെന്നും വ്യോമസേന സ്ഥിരീകരിച്ചു. ഹിമാചൽ പ്രദേശ് കംഗ്ര സ്വദേശിയായ വ്യോമസേന വിംഗ് കമാൻഡർ നമൻ ഷിസ്യാലാണ് വീരമൃത്യു വരിച്ചത്. പുതിയ 4 തൊഴിൽ നിയമങ്ങൾ രാജ്യത്ത് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് കേന്ദ്ര സർക്കാർ. ഇന്നലെ മുതൽ പുതിയ 4 ലേബർ കോഡുകൾ പ്രാബല്യത്തിലാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അറിയിച്ചത്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും ശക്തവും സമഗ്രവുമായ തൊഴിൽ കേന്ദ്രീകൃത പരിഷ്കാരമെന്നും ഇതുവഴി ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസിന് കാര്യമായ പ്രോത്സാഹനം ലഭിക്കുമെന്നും മോദി പറഞ്ഞു. വേതനം സംബന്ധിച്ച കോഡ്, വ്യാവസായിക ബന്ധം സംബന്ധിച്ച കോഡ്, സാമൂഹിക സുരക്ഷ സംബന്ധിച്ച കോഡ്, തൊഴിൽപരമായ ആരോഗ്യം, സുരക്ഷ, ജോലി സാഹചര്യങ്ങൾ സംബന്ധിച്ച കോഡ് എന്നിവയാണ് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ തള്ളി CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടതുപക്ഷം ഐക്യപ്പെട്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പാണിതെന്നും വികസനമില്ലെന്നാണ് പ്രതിപക്ഷം പറയുന്നതെന്നും ജനത്തിന് വസ്തുതാ ബോധ്യമുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു. മതനിരപേക്ഷതയ്ക്ക് പകരം പ്രതിപക്ഷം പ്രോത്സാഹിപ്പിക്കുന്നത് മതതീവ്രവാദ നിലപാടാണെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. അയ്യപ്പന്റെ ഒരു തരി സ്വർണം പോലും നഷ്ടമാകരുത് എന്ന് തന്നെയാണ് CPM നിലപാടെന്നും കുറ്റം ചെയ്ത ആർക്കും സംരക്ഷണമില്ല എന്നും ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ MV ഗോവിന്ദൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശന സമയം കൂട്ടുന്ന കാര്യം ആലോചിക്കണമെന്ന് ഹൈക്കോടതി. തന്ത്രിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നും ക്യൂ സംവിധാനത്തിൽ ശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ വരുത്തണമെന്നും നിലവിലെ രീതി സ്ത്രീകൾക്കും പ്രായമായവർക്കും കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. ആഴ്ചയിൽ 2 ദിവസം ഓൺലൈൻ ബുക്കിംഗ് വഴി വരുന്നവർക്ക് മാത്രമായി മാറ്റിവെക്കണമെന്നും സ്പോട്ട് ബുക്കിംഗിന് തിരിച്ചറിയൽ രേഖ നിർബന്ധമാക്കണമെന്നും പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ഗർഭിണികൾ, ശിശുക്കളോടൊപ്പമുള്ള അമ്മമാർ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻ MLA PV അൻവറിന്റെ വീട്ടിൽ ഇന്നലെ രാവിലെ 6 മണിയോടെ തുടങ്ങിയ റെയ്ഡ് അവസാനിപ്പിച്ചത് രാത്രി 9:30. കേരള ഫൈനാൻസ് കോർപ്പറേഷന്റെ മലപ്പുറത്തെ ബ്രാഞ്ചിൽ നിന്ന് ഒരേ ഈട് വെച്ച് 2 വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയ കേസിലാണ് ED റെയ്ഡ്. ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തി 12 കോടിയോളം കടമെടുത്ത് നഷ്ടം വരുത്തി എന്ന വിജിലൻസ് കേസിൽ അൻവർ 4ാം പ്രതിയാണ്.
അൻവറിന്റെ സഹായി സിയാദിന്റെ വീട്ടിലും PV അൻവറിന്റെ വിവിധ സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തി. അൻവറിൽ നിന്ന് വിശദ വിവരങ്ങൾ തേടിയ ED ചില രേഖകളും പകർപ്പുകളും കൊണ്ടുപോയി എന്നാണ് പ്രാഥമിക വിവരം. കനത്ത മഴയെയും മൂടൽമഞ്ഞിനെയും തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടിയിരുന്ന 2 വിമാനങ്ങൾ ഇന്നലെ രാത്രി വഴിതിരിച്ചുവിട്ടു. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇന്നലെ രാത്രി 8ഓടെ എത്തേണ്ടിയിരുന്ന എയർ ഇന്ത്യ വിമാനത്തെ കോയമ്പത്തൂർ വിമാനത്താവളത്തിലേക്കും ഷാർജയിൽ നിന്ന് വൈകിട്ട് 6:35 തിരുവനന്തപുരത്ത് എത്തേണ്ടിയിരുന്ന എയർ അറേബ്യ വിമാനം കൊച്ചിയിലേക്കുമാണ് വഴിതിരിച്ചുവിട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചതോടെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം സംസ്ഥാനത്താകെ 1,64,427 പത്രികകളാണ് സമർപ്പിച്ചത്. ഇന്നാണ് സൂക്ഷ്മ പരിശോധന. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ചയാണ് അവസാനിക്കുന്നത്. മിക്ക ജില്ലകളിലും 3 മുന്നണികൾക്കും വിമത ഭീഷണിയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി കഴിഞ്ഞപ്പോൾ കണ്ണൂർ ആന്തൂർ നഗരസഭയിലെ 2 വാർഡുകളിലും മലപ്പട്ടം പഞ്ചായത്തിലെ 2 വാർഡുകളിലും കണ്ണപുരം പഞ്ചായത്തിലെ 2 വാർഡുകളിലും CPM-ന് എതിരാളികളില്ല. തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഈ വാർഡുകളിൽ LDF വിജയം ഉറപ്പിച്ചു. ആന്തൂരിലെ മൊറാഴ, പൊടിക്കുണ്ട വാർഡുകളിലും മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലെ 5, 6 വാർഡുകളിലും കണ്ണപുരം പഞ്ചായത്തിലെ വാർഡ് 13, 14 വാർഡുകളിലുമാണ് CPM-ന് എതിരാളികൾ ഇല്ലാത്തത്. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. സിൻഡിക്കേറ്റിൽ നല്ല രാഷ്ട്രീയക്കാരില്ലെന്ന് VC വിമർശിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ജയിക്കാത്തവരാണ് കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റിലുള്ളതെന്നും കേരള സർവകലാശാലയിൽ അക്കാദമിക് നിലവാരം കുറഞ്ഞതിന്റെ കാരണം രാഷ്ട്രീയക്കാരാണെന്നും മോഹൻ കുന്നുമ്മൽ വിമർശിച്ചു. വിഴിഞ്ഞം തുറമുഖത്ത് രാജ്യാന്തര യാത്രക്കാരുടെ സഞ്ചാരത്തിനും ചരക്ക് നീക്കാനുമുള്ള ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അംഗീകാരം. ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ചതോടെ ഇപ്പോൾ നടക്കുന്ന ട്രാൻസ് ഷിപ്മെന്റിന് പുറമെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് തുറമുഖത്തിന് കടക്കാൻ കഴിയും. റോഡ്, റെയിൽ മാർഗങ്ങളിലൂടെയുള്ള ചരക്ക് നീക്കവും ക്രൂ ചേഞ്ചും ആരംഭിക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത. അന്താരാഷ്ട്ര തുറമുഖ ഭൂപടത്തിലെ വിഴിഞ്ഞത്തിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ ഈ അംഗീകാരം സഹായകരമാകുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. യുവമോർച്ച എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവനെതിരെ പങ്കാളിയായ യുവതി. ഗോപു നിരന്തരം മർദ്ദിക്കാറുണ്ടായിരുന്നെന്ന് യുവതി പറഞ്ഞു. ചാർജർ കേബിൾ ഉപയോഗിച്ച് മർദ്ദിച്ചുവെന്നും ഗോപുവിൽ നിന്ന് വധഭീഷണി ഉണ്ടായിരുന്നുവെന്നും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ജീവൻ രക്ഷിക്കാനാണെന്നും യുവതി പറഞ്ഞു. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോഴാണ് യുവതി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പങ്കാളിയെ ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയിൽ ഗോപു പരമശിവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. TVK അധ്യക്ഷൻ വിജയുടെ കരൂരിലെ റാലിക്കിടെയുണ്ടായ ആൾക്കൂട്ട ദുരന്തത്തിന് പിന്നാലെ യുവജന വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തതിന് TVK ജനറൽ സെക്രട്ടറി ആധവ് അർജുനയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കി. നേപ്പാൾ, ശ്രീലങ്ക മാതൃകയിൽ ജൻസി പ്രക്ഷോഭം വേണമെന്നായിരുന്നു ആധവിന്റെ പോസ്റ്റ്. പോസ്റ്റ് വിവാദമായതോടെ നീക്കം ചെയ്തു. രാഷ്ട്രീയ റാലികൾ നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളടങ്ങിയ മാർഗരേഖയുടെ കരട് നടൻ വിജയുടെ പാർട്ടിയായ TVKയ്ക്കും നൽകണമെന്ന് മദ്രാസ് ഹൈക്കോടതി. സർക്കാരിന്റെ എതിർപ്പ് തള്ളിയാണ് ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശം. TVKയുടെ ആദ്യ ഹർജിയിൽ മാർഗരേഖയുടെ പകർപ്പ് ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും ഓരോ ഘട്ടത്തിലും TVK ആവശ്യങ്ങൾ വിപുലീകരിക്കുകയാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. എന്നാൽ മാർഗരേഖ നിലവിൽ വരും മുൻപേ തങ്ങൾക്ക് മുന്നിൽ പോലീസ് നിബന്ധനകൾ വയ്ക്കുന്നതായി TVK കോടതിയിൽ ചൂണ്ടിക്കാട്ടി. തെലങ്കാന ആഭ്യന്തര വകുപ്പിൽ വൻ അഴിച്ചുപണി. ചീഫ് സെക്രട്ടറി പുറപ്പെടുവിച്ച ഒറ്റ ഉത്തരവിൽ 32 IPS ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. മുതിർന്ന IPS ഉദ്യോഗസ്ഥനായ ദേവേന്ദ്ര സിംഗ് ചൌഹാനെ DGP ഓഫീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസായി നിയമിച്ചു. ചീഫ് സെക്രട്ടറി K. രാമകൃഷ്ണ റാവുവാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിലെ നേതൃമാറ്റത്തെക്കുറിച്ച് അഭ്യൂഹങ്ങൾക്കിടെ പ്രതികരണവുമായി ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നത് എന്റെ രക്തത്തിലില്ലെന്നും സംസ്ഥാനത്തെ 140 കോൺഗ്രസ് MLA-മാർ എന്റെയും കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു.
സർക്കാരിനെയും മന്ത്രിസഭയെയും പുനഃസംഘടിപ്പിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു. നിരവധി എംഎൽഎമാർ മന്ത്രിമാരാകാൻ താൽപര്യപ്പെടുന്നു. അതിനായി അവർ ദില്ലിയിൽ പോയി നേതാക്കളെ കാണുന്നത് സ്വാഭാവികമാണെന്നും അദ്ദേഹം പറഞ്ഞു. SIR നടപടികൾക്കിടെ ഗുജറാത്തിലും BLOയുടെ ആത്മഹത്യ. മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ സ്കൂൾ അധ്യാപകനായ BLO ജീവനൊടുക്കി. ഗുജറാത്ത് കൊടിനാർ ദേവലി സ്വദേശിയായ പ്രൈമറി സ്കൂൾ അധ്യാപകൻ അരവിന്ദ് വധേറാണ് മരിച്ചത്. ജോലിഭാരവും മാനസിക സമ്മർദ്ദവും താങ്ങാനാവുന്നില്ലെന്നാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ഇന്നലെ രാവിലെയാണ് അധ്യാപകനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബീഹാർ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി നിതീഷ് കുമാർ. ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ സമ്രാട് ചൌധരിക്കാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല. ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുക്കാൻ JDU വിമുഖത കാണിച്ചതിനെ തുടർന്ന് NDA സഖ്യകക്ഷികൾക്കിടയിലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ താൽക്കാലികമായി സ്തംഭിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അടുത്ത 5 വർഷത്തേക്ക് തന്റെ വരുമാനത്തിന്റെ 90% പ്രസ്ഥാനത്തിന് സംഭാവനയായി നൽകുമെന്ന് ജൻസുരാജ് പാർട്ടി സ്ഥാപകൻ പ്രശാന്ത് കിഷോർ. ബീഹാറിലെ വെസ്റ്റ് ചമ്പാരനിലുള്ള ഭിദി ഹാർവ ഗാന്ധി ആശ്രമത്തിൽ നടത്തിവന്ന ഒരു ദിവസത്തെ മൌന ഉപവാസം അവസാനിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രശാന്തിന്റെ പ്രഖ്യാപനം. ഡൽഹിയിലെ കുടുംബ വസതി ഒഴികെ തന്റെ ഭൂരിഭാഗം സ്വത്തുക്കളും തന്റെ പ്രസ്ഥാനത്തിന് സംഭാവനയായി നൽകുമെന്നാണ് പ്രശാന്ത് അറിയിച്ചിരിക്കുന്നത്. അതേസമയം വൻതോതിലുള്ള വോട്ട് കച്ചവടത്തിലൂടെ NDA ജനാധിപത്യത്തെ അട്ടിമറിച്ചുവെന്നും ഇന്ത്യയുടെ 75 വർഷത്തെ ചരിത്രത്തിൽ ഇതുവരെ ഒരു സർക്കാരും കോടിക്കണക്കിന് പാവപ്പെട്ട കുടുംബങ്ങളുടെ വോട്ടുകൾ 10,000 രൂപ വീതം നൽകി വാങ്ങിയിട്ടില്ലെന്നും പ്രശാന്ത് കിഷോർ കൂട്ടിച്ചേർത്തു. മഹാരാഷ്ട്രയിൽ പ്രധാന രാഷ്ട്രീയ ശക്തിയായി മാറാൻ ഉദ്ധവ് ഠാക്കറെയും രാജ് ഠാക്കറെയും തയ്യാറെടുക്കുന്നതായി സൂചന. ശിവസേന നേതാവ് ഉദ്ധവ് ഠാക്കറെ കസിനും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന തലവനുമായ രാജ് ഠാക്കറെയുമായി സഖ്യമുണ്ടാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് അടുത്തുവെന്നാണ് NDTV റിപ്പോർട്ട് ചെയ്യുന്നത്. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണ അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFEയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ചെങ്കോട്ട സ്ഫോടന കേസിൽ അറസ്റ്റിലായവർ ബോംബുണ്ടാക്കാൻ ഉപയോഗിച്ച മെഷീനുകൾ കണ്ടെത്തി. ഗ്രൈൻഡിംഗ് മെഷീൻ അടക്കമാണ് അന്വേഷണ സംഘം കണ്ടെടുത്തത്. യൂറിയ അടക്കം പൊടിക്കാൻ ഇതുപയോഗിച്ചെന്നാണ് സൂചന. അറസ്റ്റിലായ മുസമ്മിലിന്റെ സുഹൃത്തായ ടാക്സി ഡ്രൈവറുടെ ഫരീദാബാദിലെ വീട്ടിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാനുമായി പങ്കുവച്ച് 2 പേരെ മാൽപേ പോലീസ് അറസ്റ്റ് ചെയ്തു. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ള വിവരങ്ങളാണ് ഇവർ കൈമാറിയത്. ഉത്തർപ്രദേശ് സ്വദേശികളായ രോഹിത്, ശാന്ത്രി എന്നിവരാണ് അറസ്റ്റിലായത്. കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനമായ ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ CEO സമർപ്പിച്ച പരാതി പ്രകാരമായിരുന്നു അറസ്റ്റ്. G20 ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണാഫ്രിക്കയിലെത്തി. ഇന്ത്യൻ സമയം ഇന്നലെ വൈകിട്ട് 5:30-ക്കാണ് മോദി ദക്ഷിണാഫ്രിക്കയിലെത്തിയത്. ഇന്ത്യൻ സമൂഹം മോദിക്ക് വൻ സ്വീകരണം നൽകി. ഈജിപ്തിൽ നടന്ന പശ്ചിമേഷ്യ സമാധാന ഉച്ചകോടിയിൽ നിന്നും മലേഷ്യയിലെ ആസിയാൻ ഉച്ചകോടിയിൽ നിന്നും നരേന്ദ്രമോദി മാറി നിന്നിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉച്ചകോടിക്കെത്തില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയതായി മോദി തന്നെ നേരിട്ട് വിളിച്ചറിയിച്ചു എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിൽ പ്രധാനമന്ത്രി മൌനം വെടിഞ്ഞ് പ്രതികരിക്കണമെന്ന് കോൺഗ്രസ്. ട്രംപ് പങ്കെടുക്കാത്തതിനാൽ സുരക്ഷിതമെന്ന് കണ്ടാണ് മോദി G20 ഉച്ചകോടിക്കായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പരിഹസിച്ചു. ഈജിപ്തിൽ നടന്ന പശ്ചിമേഷ്യ സമാധാന ഉച്ചകോടിയിൽ നിന്നും മലേഷ്യയിലെ ആസിയാൻ ഉച്ചകോടിയിൽ നിന്നും നരേന്ദ്രമോദി മാറി നിന്നിരുന്നതടക്കം ചൂണ്ടിക്കാട്ടിയാണ് പരിഹാസം. വർഷങ്ങളായി പ്രവർത്തനം നിർത്തിയിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയം വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നു. 2011 ദുരന്തത്തെ തുടർന്ന് അടച്ച ഫുക്കുഷിമയിലെ കാഷിവാസാക്കി കരിവ ആണവ പ്ലാന്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് ഫുക്കുഷിമയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ അനുമതി നൽകി. പ്ലാന്റ് ഉൾപ്പെടുന്ന നിഗറ്റ പ്രവിശ്യയുടെ ഗവർണറാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. വിയറ്റ്നാമിൽ ഇടതടവില്ലാതെ മഴ, ഇതേ തുടർന്ന് മരിച്ചത് 41 പേർ. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ആരംഭിച്ച മഴയാണ് വിയറ്റ്നാമിൽ നിർത്താതെ പെയ്യുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വെള്ളപ്പൊക്കത്തിൽ 52,000 വീടുകൾ മുങ്ങിപ്പോയി. തുടർച്ചയായ മഴയ്ക്ക് പിന്നാലെ 500,000-ലേറെ വീടുകളിൽ വൈദ്യുതി നിലച്ച അവസ്ഥയാണ് ഉള്ളത്.
പതിനായിരക്കണക്കിന് ആളുകളെയാണ് പ്രളയബാധിത മേഖലയിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. കൈവശപ്പെടുത്തിയ വെസ്റ്റ് ബാങ്കിലെ ഒരു പ്രധാന ചരിത്ര കേന്ദ്രം പിടിച്ചെടുക്കാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നതായി സർക്കാർ രേഖകൾ വെളിപ്പെടുത്തുന്നതായി റിപ്പോർട്ട്. ഈ നീക്കം പാലസ്തീൻ ഭൂമി ഇസ്രായേൽ അനധികൃതമായി കൈവശപ്പെടുത്തുന്നതിന്റെ ഏറ്റവും പുതിയ സംഭവമാണെന്നാണ് അൽ ജസീറ റിപ്പോർട്ടിൽ പറയുന്നത്. ന്യൂയോർക്ക് സിറ്റിയുടെ ആദ്യ മുസ്ലിം മേയറും തന്റെ നിശിത വിമർശകനുമായ സൊഹ്റാൻ മംദാനിയുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. മികച്ച കൂടിക്കാഴ്ചയായിരുന്നുവെന്ന് പറഞ്ഞ ട്രംപ് തുടർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മംദാനിയെ പ്രശംസിക്കുകയും ചെയ്തു. മംദാനിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള തന്റെ ധാരണകളെ ഈ കൂടിക്കാഴ്ച മാറ്റിമറിച്ചുവെന്നും ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി. റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പിലെ സെമി ഫൈനലിൽ ബംഗ്ലാദേശിനോട് തോറ്റ ഇന്ത്യ ഫൈനൽ കാണാതെ പുറത്തായി. സൂപ്പർ ഓവറിലേക്ക് നീണ്ട സെമി ഫൈനൽ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 194 റൺസാണ് നേടിയത്. ഇതോടെ മത്സരം സൂപ്പർ ഓവറിലേക്ക് നീണ്ടു. ഒരു റൺസ് പോലും നേടാനാകാതിരുന്ന സൂപ്പർ ഓവറിലെ മോശം പ്രകടനം ഇന്ത്യയെ തോൽവിയിലേക്ക് തള്ളിവിടുകയായിരുന്നു. നാളെ നടക്കുന്ന ഫൈനലിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ നേരിടും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.